നമ്മുടെ ഏറെ വിവാദമുണ്ടാക്കിയ 2 പേർ, ഒന്ന് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM ആർഷോയും, പിന്നീട് ഈ ആർഷോ സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിൽ തന്നെ വ്യാജരേഖ സൃഷ്ടിച്ച കെ വിദ്യയും, അധ്യാപിക ജോലി നേടാൻ വേണ്ടി ഇവർ 2 പേരും കൂടി വിവാഹിതരാകുന്നു എന്നൊരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആ വാർത്തയുടെ ഒരു പ്രതികരണമാണ്, ആ വാർത്തയുടെ ഒരു ചലനമാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. സോഷ്യൽ മീഡിയ വലിയ തോതിൽ വൈറലായി കഴിഞ്ഞു. രാവിലെ തൊട്ട് എല്ലാവരും ഇതിൻ്റെ പുറകെയാണ്, അത് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഈ 2 പേരും പ്രതികളാണ് പല കേസുകൾ. ഒരാൾ വ്യാജരേഖ ചമച്ച കേസിൽ പ്രതിയാണ്. ആർഷോ വേറെ അധികം ക്രിമിനൽ കേസുകൾ, അക്രമം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പിന്നീട് ഒരുപാട് വിവാദങ്ങൾ SFIയുടെ സംസ്ഥാന നേതാക്കളിൽ കുറെ കാലത്തിന് ഏറ്റവും വിവാദം ഉണ്ടാക്കിയ ആർഷോയായിരുന്നു. ഇപ്പൊ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ് ആർഷോ അല്ലേ. അപ്പൊ ഇതിനകത്ത് ഈ വിദ്യയുടെ കഥ ഓർക്കുന്നുണ്ടോ? വിദ്യ പിന്നെ മഹാരാജാസ് കോളേജിന്റെ അധ്യാപന പരിചയം വെച്ചിട്ടാണ് അന്ന് വ്യാജരേഖ സൃഷ്ടിച്ചത്. അത് താൽക്കാലിക അധ്യാപിക പോസ്റ്റിലേക്ക് മറ്റാണ്, അതിനുവേണ്ടിയാണ് ഇതുണ്ടാക്കിയത്. പക്ഷേ ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി കേരള പോലീസ് കളിച്ച കളികൾ, അതുകൊണ്ട് മാത്രമാണ് ഈ വിദ്യ എന്ന് പറയുന്ന ആൾ ഇത്ര ഫേമസ് ആയത്. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി ശ്രമിച്ചു. അപ്പോൾ ഈ കെ വിദ്യ എന്നുള്ള പേരും കൂടെ ഒരുപാട് കളിയാക്കുന്നത്. എല്ലാം കെ ആണല്ലോ, കേരള ഈ പിണറായി സർക്കാർ എല്ലാം കെ റെയിൽ, എല്ലാം കെ ഫോൺ, കെ ആണല്ലോ, എല്ലാം വ്യാജമാണ്. കെ വിദ്യയാണെന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് തമാശ. ആ കൂട്ടത്തിൽ ഒരു കെ വിദ്യ വന്നു കയറി. അന്ന് ഈ വിദ്യയെ ഒളിവിൽ പോയി. ഒളിവിൽ പോയി വിദ്യ അവസാനം മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ചു. കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വഴിവിട്ട കളികൾ ധാരാളമുണ്ടായി അല്ലേ? അത് ഉറപ്പാണല്ലോ. അന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. അന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. അതെ. അപ്പം അന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. ആ വിവാദങ്ങളുടെ അവസാനം ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നുണ്ട് ഈ മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം. അപ്പോൾ ഇവരോട് ഈ വ്യാജരേഖ ചമച്ചത് അത് എവിടെ ചമച്ചു എന്നുള്ള അന്വേഷണം ഒന്നും നടന്നില്ല. ഇത് ഞാൻ വയനാട് ചുരത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞു. എല്ലാ തെളിവുകളും അങ്ങനെ പറഞ്ഞു. ആ തെളിവ് അത് കേട്ട് പോലീസ് കേസ് മടക്കി ഈ സംഭവത്തിലൂടെ പോയി. അന്ന് ഈ PP ദിവ്യയെ എങ്ങനെയൊക്കെയാണോ സഖാക്കൾ ന്യായീകരിക്കാൻ പോയ അതിനേക്കാൾ ഒരു ഗ്രേഡ് കൂടിയാണ് ഈ നേതാക്കൾ. സോഷ്യൽ മീഡിയയിൽ അന്ന് മെഴുകയായിരുന്നവരെല്ലാവരും. അവർ പറയുന്നുണ്ടായിരുന്നു, അവിവാഹിതയായ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നൊരു പെൺകുട്ടി, അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്ത കുറ്റത്തിൻ്റെ ഗ്രാവിറ്റിയെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അല്ല, ഇതുപോലെ വ്യാജരേഖ ചമച്ച് ഒരുത്തൻ നമ്മുടെ കായംകുളം MSM കോളേജ് ഡിഗ്രി പാസ്സാകാതെ ഡിഗ്രി പാസ്സായെന്ന് പറഞ്ഞ് PhD പോയി. ആ ഡിഗ്രി പാസ്സായി എന്നുള്ളത് പ്രീ ഡിഗ്രി പോലും പാസ്സായിട്ടുണ്ടോ എന്നുള്ള സംശയം. ഇവർക്കെല്ലാം പ്രശ്നം. അത് ആർഷോയുടെ കോഴ്സിൽ പ്രശ്നമുണ്ട്. ആർഷോ മഹാരാജ് കോളേജിലെ ആർക്കിയോളജി എന്തോ കോഴ്സിന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ PGക്ക്. അപ്പോൾ ആർഷോയുടെയും വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും അവിടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് സെമസ്റ്റർ പരീക്ഷകളെ കുറിച്ചും ഒക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉയർന്നിരുന്നു. അത് ഉയർന്നപ്പോൾ ഇവൻ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഇതിനകത്തൊന്ന് ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവൻ ഇറങ്ങി. കാരണം ഇത് പിന്നിലൊക്കെ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇത് പിടികൂടും. അപ്പോൾ ഈ വിദ്യ എന്ന് പറയുന്ന യുവതി അന്ന് കോടതിയെ സമീപിച്ച അവിവാഹിതയാണ്, മാനം കെടുത്തരുത് എന്ന് പറഞ്ഞാണ്. അപ്പോൾ അന്ന് ഈ വാർത്ത വന്നതിൻ്റെ അടിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കമൻറ്റ് അന്നിട്ടാണ്. ഇന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ വാർത്ത വന്നപ്പോൾ ഇതാരോ കുത്തിപ്പൊക്കി, അല്ല അവൻ കെട്ടിക്കോളുമെന്ന് മുന്നിട്ട കമന്റാണ്. ആർഷോ അന്ന് ഈ ആർഷോയൊക്കെയാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയത്. അവിവാഹിതയായ യുവതിയാണല്ലോ, ആർഷോ കെട്ടിക്കോളും എന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് മറ്റവൻ കെട്ടിക്കോളും എന്നായിട്ടിരുന്നു ഈ ആർഷോയെ കുറിച്ച്. അപ്പോൾ ഇന്നിപ്പം സംഭവിച്ചിരിക്കുക. അപ്പം ഞാൻ ഈ കമന്റ് ഇട്ട സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കമന്റ് അറം പറ്റിയിരിക്കുന്നു, പ്രവചനം അറം പറ്റി, അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർഷോയുടെ കേസുകൾ അറിയത്തില്ലേ? മൊത്തം ആർഷോ ശരിക്കും പെട്ടുപോയത് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ഞങ്ങളുടെ നാട്ടിൽ നെടുമങ്ങാട്ടുള്ള ആ കുട്ടി പൂക്കോട് വെറ്ററിനറി കോളേജിൽ മരിച്ച സംഭവത്തിൽ അതിൽ ആർഷോ ഈ കുട്ടിയെ തള്ളി പറയുന്ന രീതി, അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊല്ലാക്കൊല ചെയ്തവന്മാരെ കൂടെ നിൽക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ അവിടെ താമസിച്ചിരുന്നു എന്നുള്ള വിവാദങ്ങളൊക്കെ തന്നെ, ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു എന്നുള്ള വിവാദങ്ങളും അന്ന് ചേർന്നിരുന്നു. അതെ. അപ്പോൾ ഈ വിവാഹം ഒരു വലിയ വാർത്തയാകുന്നു. അതിനടിയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമൻറ്റുകൾ വരുന്നു, മോശമായിട്ടുള്ള കമൻറ്റുകൾ. ഇത് കണ്ടപ്പോഴേ ഞാൻ രാവിലെ വിചാരിച്ചു, ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് വേറെ ഒരു പണിയും കാണുകയില്ല, ഇന്ന് ഇതിൻ്റെ പുറകെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, 2 SFIക്കാർ 2 തരികിട കേസുകളിലെ പ്രതികളാണ്.
അവിടെയാണ് വിഷയം. ഈ പറയുന്ന സാധാരണ രാഷ്ട്രീയ കേസുകളിലെ അല്ലെങ്കിൽ അടിപിടി കേസ് അങ്ങനെയൊക്കെയുള്ള ലാത്തിയാത്ര കേസിലൊക്കെ വരുള്ളൂ. ഈ ഭരണത്തിന്റെ തണലിലാണ് ഈ വ്യാജരേഖ ചമയ്ക്കുന്നത്. അതെ. ഈ വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ രണ്ടും കൽപ്പിച്ചാണ് ഇത്. പക്ഷേ ഈ വ്യാജരേഖയുമായിട്ട് ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അവർ പിടിച്ച് കർശന നിലപാടിലേക്ക് പോയപ്പോഴാണ് ഈ വിഷയം. അതല്ല, അന്ന് ഇതിന് ഇത് പിടികൂടി അധ്യാപിക നേരെയൊക്കെ തന്നെ വലിയ ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു. വലിയ വിഷയമായിരുന്നു അത്. അവർ രണ്ടും കൽപ്പിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് അവസാനം. പക്ഷേ എങ്ങനെയൊക്കെ ഇവർ ഇത് ഊരിയെടുത്തതിന് ശേഷം ഈ പെൺകുട്ടിയെ എന്താണ് വിശുദ്ധയാക്കി ഇവർ പ്രഖ്യാപിച്ചു. ഈ SFIയിൽ കൂടെ കടന്നു വന്നിട്ട് ഈ വാഴക്കൊല PhD എടുത്ത് എത്ര പേര് ഏതെല്ലാം കോളേജുകളിൽ അധ്യാപകരായ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര പേര് നമുക്ക് തന്നെ അറിയാം, എത്രയോ പേര് അറിയാം. അപ്പോൾ അതുപോലെ അതൊന്നും പിടിക്കാനുള്ള ആംപിയർ ഈ കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു. അതായത് UGC സ്കെയിലിൽ ശമ്പളമൊക്കെ വാങ്ങിച്ച് ഹാപ്പിയായി ജീവിക്കുന്നുണ്ട് അവരെല്ലാവരും. മതിയായ യോഗ്യതയില്ലാതെ കോളേജ് അധ്യാപികമാരായ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളിൽ. അവരൊക്കെ ഇപ്പോഴും സുഖമായിട്ട് പോകുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. ഏതായാലും ഇവർ കല്യാണം കഴിക്കുന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. രണ്ടൊരു വിവാഹിതരാകുക എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു നല്ല കാര്യമാണ് നമുക്ക് എടുക്കാം. നമ്മളതിനൊരിക്കലും അതിനൊരു മോശമായ അർത്ഥത്തിൽ എടുക്കുന്നില്ല. എങ്കിലും ഒരു കാലത്ത് കേരളത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ചവരായിരുന്നു ഇവർ രണ്ടുപേരും. ഇതിനിടയ്ക്ക് പിന്നെ ഗവർണർക്കെതിരായ സമരം, അതല്ലാതെ ഈ സമരം ഉണ്ടായിരുന്നല്ലോ. പാലക്കാട്ട് ഇതുപോലെ തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവൻ ഇടിച്ച സംഭവം, ആർഷയുടെ പെടലി ഉളുക്കിയിട്ട് ഇത് കോളർ ഇതിട്ടുകൊണ്ട് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, പ്രശാന്ത് ശിവൻ അവിടുത്തെ യുവമോർച്ച നേതാവ്. അതെ അതെ. അപ്പോൾ അതിട്ടോ കഴുത്തിന് ചുറ്റും രക്ഷാകവചമൊക്കെ തീർത്ത് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കൂടാതെ പി കെ ശശി അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആരാണെന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും അന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പടവും വന്നു. ഒരാളുടെ മണ്ടയ്ക്ക് ചാരി ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം സഹിതം വരികയുണ്ട്. എന്തായാലും കേരളത്തിലെ 2 യുവജന നേതാക്കൾ വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ സംഭവം ഒന്നുമില്ല. ഇതിനു മുമ്പ് ഈ റഹീമും അമൃതയും വിവാഹം കഴിച്ചു. അതെ, ഒത്തിരി പേര് ഇങ്ങനെ തന്നെ. പിന്നെ ബ്രിട്ടോ ഇല്ലേ, സൈമൺ ബ്രിട്ടോ, സീന, അതെ, അങ്ങനെ ഒരേ പേര് ഈ പിന്നെ പ്രസ്ഥാനത്തിൽ കൂടെ. എന്താണെങ്കിലും ഒരു പ്രായപൂർത്തിയായ യുവാവും യുവതിയും അവരുടെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകൾ ഉണ്ടാകും. എന്താണെങ്കിലും അവർ വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. പക്ഷേ ഇത് വേറൊരു പാർട്ടിയുടെയോ വേറൊരു സംഘടനയുടെയോ ആൾക്കാരായിരുന്നെങ്കിൽ ഇവിടുത്തെ അന്തം കമ്മികളും സൈബർ സഹാക്കളും ചേർന്ന് അവരെ വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിക്കുമായിരുന്നു. ഇതിന്റെ കൂട്ടത്തിലും വ്യക്തിഹത്യയൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവർക്ക് എല്ലാവിധ ആശംസകളും നേരാം.